വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ടൗൺഷിപ്പ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 632 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. പദ്ധതി നടത്തിപ്പിന് 3 സമിതികളെ നിയോഗിച്ചു. കിഫ്ബിയുടെ ഉടമസ്ഥതയിലുള്ള കിഫ്കോൺ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ടൗൺഷിപ്പ് പദ്ധതി നടത്തിപ്പ് ചുമതല. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് 632 കോടി രൂപയാണ് ചെലവ് വരിക. കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 5 സെന്റ് വീതം 467 വാസയോഗ്യമായ യൂണിറ്റുകളും നെടുമ്പാലയിൽ 10 സെന്റ് പ്ലോട്ടുകളായി 266 പാർപ്പിട യൂണിറ്റുകളുമായാണ് ടൗൺഷിപ്പ് നിർമ്മിക്കപ്പെടുക. സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഉരുൾപൊട്ടൽ ദുരന്തബാധിത കുടുംബങ്ങൾക്കും വിലങ്ങാട്ടിലെ പുനരധിവസിപ്പിക്കേണ്ട ദുരന്തബാധിത കുടുംബങ്ങൾക്കും 15 ലക്ഷം രൂപ സർക്കാർ നൽകും. വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പായി ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. EPC കരാർ പ്രമാണങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ചുമതല ധനവകുപ്പിനാണ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്ന 2 എസ്റ്റേറ്റുകളുടെയും ഭൂമിയിൽ യഥാർത്ഥ ഗ്രൗണ്ട് സർവേ നടത്തിയ ശേഷം ഉപയോഗയോഗ്യമായ ഭൂമി കണ്ടെത്തി നിലവിലുള്ള ഉത്തരവിൽ ഭേദഗതി വരുത്തും. ചീഫ് സെക്രട്ടറിക്കാണ് ഇതിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. മേപ്പാടി ദുരന്തബാധിത പ്രദേശത്തെ ട്രൈബൽ കുടുംബങ്ങൾക്ക് പുനരധിവാസം നടപ്പിലാക്കുമ്പോൾ ടൗൺഷിപ്പിൽ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയോ അല്ലെങ്കിൽ വനമേഖലയോട് ചേർന്ന് അരുവിയുടെയോ തോടിൻ്റെയോ സമീപത്തോ ഭൂമി അനുവദിക്കും. പദ്ധതി നടത്തിപ്പിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വയനാട് പുനർനിർമ്മാണ സമിതി, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരും ഉൾപ്പെടുന്ന ഉപദേശക സമിതി, ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായ ഏകോപന സമിതി എന്നിങ്ങനെ 3 സമിതികളെയും നിയോഗിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.